എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ ഇന്ന് ഈ പടം ചിലരെങ്കിലും കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു റിപ്പോർട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ പ്രേക്ഷകർ സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടിടത്തോളം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സത്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നല്ല രീതിയിൽ പ്രത്യേകിച്ച് ആധികാരികമായി കുറച്ചുകൂടെ സംസാരിക്കാൻ വേണ്ടി ഞാൻ മൈക്ക് എൻ്റെ അടുത്തിരിക്കുന്ന വിഷ്ണുവിനോട്. ആധികാരികമായിട്ടാണ് ഒരുപാട് സന്തോഷം. താങ്ക് യു. എന്തായാലും പെരുന്നാളായിട്ടും ഇത്രയും മീഡിയ സുഹൃത്തുക്കൾ നമ്മുടെ പ്രസ് മീറ്റിന് വേണ്ടി വന്നതിന് ആദ്യമേ താങ്ക് യു പറയാണ്. പെരുന്നാൾ സമ്മാനമായിട്ട് ഭീഷ്മർ ഞങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക. നല്ല രസമാണ് പടം. നല്ല അഭിപ്രായങ്ങൾ എല്ലാവരും വിളിച്ച് പറയുന്നുണ്ട്. ബാക്കി കുറച്ചുകൂടി ആധികാരികമായിട്ട് പറയാൻ ധ്യാൻ ബ്രോയെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ആധികാരികമായി പറയാൻ വേണ്ടിയില്ലായിരുന്നു. ഒന്നുമില്ല, പ്രത്യേകിച്ച് എന്താ പറയാ, അത്യാവശ്യം കണ്ടല്ലോ, നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ മറ്റേ. അപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുള്ളൊരു ആക്ച്വലി ഒരു വലിയ സിനിമയാണ്. നമ്മൾ ചെറിയ ദിവസങ്ങൾ തീർത്തെങ്കിലും ഒരുപാട് ആക്ടേഴ്സ് ഇന്ന് ഇവിടെ ഇല്ല പലരും. അപ്പോൾ നമുക്കൊക്കെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വലിയൊരു താരനിരയുള്ള ഒരു വലിയ സിനിമ തന്നെയാണ് ഭീഷ്മർ. അപ്പോൾ ഇതിൻ്റെ അന്ന് ബാക്കിയുള്ള സിനിമകളോടൊപ്പം ഈ സിനിമയും പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതും ഒരു വിജയമായി തീരും. അപ്പോൾ എന്തായാലും കണ്ട ആൾക്കാർ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾക്കാർ ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ പറയുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും നിരാശപ്പെടുത്തില്ല എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അത്യാവശ്യം ചിരിക്കാനൊക്കെയുള്ളൊരു ചെറിയ പരിപാടിയാണ്. അപ്പോൾ ബാക്കി ഒന്നില്ലാലും പറയും. ആദ്യം തന്നെ താങ്ക് യു. ഈ പറഞ്ഞ പോലെ ഈ ദിവസത്തെ എല്ലാവരോടും വന്നതിൽ, നമ്മുടെ ഈ ഒരു പ്രസൻറ്റിൽ വന്നതിൽ സന്തോഷം. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു, വരുത്തിയിട്ടില്ല. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ള സിനിമയാണ്. എല്ലാവരും സിനിമ കാണണം, എല്ലാവരോടും സജസ്റ്റ് ചെയ്യണം. താങ്ക് യു. ഇനി അടുത്ത് ഞാൻ രഞ്ജിത്ത് ചേട്ടൻ കൊടുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈദാശംസകൾ അറിയിക്കുന്നു. ഇന്ന് ഭീഷ്മർ റിലീസായി. നല്ല രീതിയിൽ തിയേറ്ററിൽ ഇരുന്ന് കണ്ടു, എല്ലാവരും ആസ്വദിക്കുന്നത് കണ്ടു. മ്യൂസിക്കിന് പ്രാധാന്യമുള്ള സിനിമയാണ്. സാറുടെ ഒരാഗ്രഹം പോലെയുള്ള സാറുടെ ഇഷ്ടമനുസരിച്ചും ഒക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാട്ടുകളാണെങ്കിലും സ്കോറാണെങ്കിലും ഒക്കെ കുറച്ച് ഡയമെൻഷൻസ് ഉള്ള ഒരു സിനിമ തന്നെയാണ്. കുറേ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ആസ്വദിച്ച് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. അതിൽ 2 പാട്ടുകൾ പാടിയ ആളാണ് അനില രാജീവ്. അനിലയ്ക്ക് എന്താ പറയാനുള്ളത് നമുക്ക്? ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ ഈദ് ആശംസകൾ. താങ്ക് യു ഓൾ ഫോർ കമ്മിങ്. ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമുക്ക് തന്നിട്ടുള്ളതാണ്. സോ ഈസ്റ്റ് കോസ്റ്റിൻ്റെ ബാനറിൽ ഇറങ്ങുന്ന ഭീഷ്മർ എന്ന സിനിമയിൽ എനിക്ക് വളരെ നല്ല 2 മെലഡി സോങ്സ് പാടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. നമ്മുടെ താങ്ക്സ് ടു രഞ്ജിൻ രാജ് കമ്പോസർ ആൻഡ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സർ. സോ പാട്ടുകൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളും ഒക്കെ എനിക്ക് അറിയാൻ സാധിച്ചു. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഭീഷ്മർ തിയേറ്ററിൽ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് പേര് ഒരുമിച്ച് കൂടുന്നു. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും വലുത്. നമ്മൾ പണ്ടൊക്കെ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ ഹിറ്റാവുന്ന ഒരു പക്ഷേ പ്രേക്ഷകരായ അത് കണ്ട ആളുകൾ പരസ്പരം പറഞ്ഞ് ആ സിനിമ നന്നായിരിക്കുന്നെന്ന് പറഞ്ഞ് അഭിപ്രായം കേട്ട് ഒരുപാട് പേര് തിയേറ്ററിൽ എത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ മീഡിയയാണ് ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു മീഡിയയാണ് ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് എത്തിക്കുന്നത്. സോഷ്യൽ മീഡിയയും നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരും പോലുള്ള നിങ്ങൾ കൊടുക്കുന്ന റിവ്യൂസും നിങ്ങൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടുമാണ് ഒരു സിനിമയുടെ സക്സസ്.
തീർച്ചയായിട്ടും ഈ സിനിമ പലരും കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നിപ്പോൾ റിലീസ് ചെയ്തേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും. അതിമനോഹരമായ പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല സിനിമ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ച് എല്ലാവരും ഇരിക്കുന്ന ഈ സമയത്ത് നല്ലൊരു ചിക്കൻ ബിരിയാണിയാണ് അല്ലെങ്കിൽ മട്ടൻ ബിരിയാണി പോലത്തെ ഒരു പരിപാടിയാണ് നമ്മുടെ. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണണം, ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. ഈ നേരത്തെ ഷായിച്ചേട്ടൻ പറഞ്ഞ പോലെ പണ്ടൊക്കെ ഓരോരുത്തരും നമ്മുടെ മൗത്ത് പബ്ലിസിറ്റി വഴിയായിരുന്നു എല്ലാവരും സിനിമയെ പറ്റി അറിയുന്നതും പറയുന്നതൊക്കെ കാണുന്നതൊക്കെ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള മീഡിയാസ് വഴിയാണ് എല്ലാവരും അറിയുന്നത്, ഓൺലൈൻ മീഡിയാസ്. അതുപോലെ താരങ്ങളാകുന്നതും ഇപ്പോൾ നമുക്കൊരു താരം ആണെന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ അവരെ പുറകെ നിങ്ങളെല്ലാവരും പോകുമ്പോൾ അറിയാൻ പറ്റുന്നത് താരമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. ഈ ഇത്രയും പേര് പറഞ്ഞ പോലെ തിയേറ്ററിൽ ഇന്ന് ഭീഷ്മർ എന്ന സിനിമ റിലീസായി. പാട്ടിനും അതുപോലെ തന്നെ കഥയ്ക്കും ഒരു ഫാമിലി ഡ്രാമയാണ് ഭീഷ്മർ എന്ന സിനിമ. ഫാമിലിക്ക് എന്തായാലും തീർച്ചയായിട്ടും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചേരുവകളുള്ള ഒരു സിനിമയാണ് ഈസ്റ്റ് കോസ്റ്റ് എന്ന ബാനറിൽ ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇനി പ്രേക്ഷകരാണ് ഈ സിനിമയുടെ വിധി എഴുതേണ്ടത്. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോഴാണ് ഈ സിനിമ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കൾ സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു സോ മച്ച്. ഓണയറിൽ നിന്ന് ഇപ്പം താഴോട്ട് വന്നൊരു ഫീലിംഗ് ഉണ്ട്. സിനിമ ഇറങ്ങി ആളുകളെല്ലാം എന്തൊക്കെയാണെന്ന് ഭീഷ്മർ അറിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഫീൽ ചെയ്യുന്നത്? സന്തോഷം. കാരണം സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരുപാട് സന്തോഷമുണ്ട്. അതന്നെ. പിന്നെ എല്ലാവരും പടം കാണാൻ കുറച്ച് ദിവസം എയറിലായിരുന്നു, ഇപ്പം ഇറങ്ങിയില്ലേ? താങ്ക് യു. തിയേറ്ററിൽ നിന്ന് സിനിമയുടെ ഏറ്റവും അവസാനമൊക്കെ നമ്മുടെ രാജ്യത്തെ പുള്ളി വരുന്ന ഫൈറ്റ് സീനിലേക്ക് ഭയങ്കര കയ്യടി നിങ്ങളൊക്കെ തന്നെയല്ലേ നമ്മളെ ആൾക്കാർ, നമ്മളെ ഇടയിലുള്ള ആൾ. അപ്പോൾ ഉണ്ടാകുന്ന ഒരു തിയേറ്ററിലൊക്കെ അങ്ങനത്തെ ഉണ്ടാവും, ഒരു നായകന് കിട്ടുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ഗൂസം ഉണ്ടല്ലോ, അതൊക്കെ ഇന്ന് സ്ക്രീനിൽ കാണുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ആ ഫീലിംഗ് ഒക്കെ ഞാനിങ്ങനെ ചമ്മലോടെ അല്ലേ എന്തായിരുന്നു നീ തൊട്ടടുത്തിരിക്കുന്നത്? എൻ്റെ ഫീലിംഗ് എന്തായിരുന്നു? അല്ല, എനിക്ക് ബമ്പമ്പേര് ഇങ്ങനെ ഒരു കൈയടി കിട്ടിയിരുന്നു ഓൾറെഡി തിയേറ്ററിൽ. അപ്പൊ അതിന് അന്ന് ഇതേപോലെ എനിക്ക് തിയേറ്ററിൽ നിന്ന് കുറെ പേര് നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ, പിന്നെ അടുത്ത ഷോയിൽ ഉണ്ടായിരുന്നില്ല, നമ്മുടെ അടുത്ത ആൾക്കാരൊക്കെ തന്നെ ഭയങ്കര കൈയടിയായിട്ട് എനിക്ക് അന്ന് കുറെ വീഡിയോ ഒക്കെ അയച്ചായിരുന്നു. ഇന്ന് നേരിട്ടത് കാണാനുള്ള ഒരു അവസരം ഉണ്ടായി. ഒരുപാട് സ്നേഹം നിങ്ങളോട്. അതേപോലെ ഇപ്പം ഭീഷ്മർ എന്നൊരു തീം എടുത്തപ്പോൾ ട്രെയിലറൊക്കെ ഇറങ്ങിയ സമയത്ത് ഇത് എന്താണ് എല്ലാവരും പറഞ്ഞത് ഒറ്റ രാത്രിത്തെ സംഭവമാണ്. അപ്പം ഇത് ഒരു ഫൺഫീൽഡായിട്ടൊരു ഇതാണ്, ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ഇന്നത് പ്രേക്ഷകർ കണ്ടിരിക്കുകയാണ്. അപ്പം എന്താണെന്നും ചേട്ടൻ ക്യാരക്ടർ ആണെങ്കിൽ ആദ്യമേ എന്ന് വിചാരിക്കും കുറച്ച് ഒരു വില്ലൻ ഇതായിരിക്കാം, പിന്നെ അത് ഹ്യൂമറായിട്ട് മാറുന്നു, പിന്നെ അത് എൻ്റയർലി വേറെ ലെവലിലേക്ക് ഷിഫ്റ്റ് ആവുന്നു. അപ്പോൾ ഇത് കേട്ട സമയത്ത് എങ്ങനെയാണ് പ്രേക്ഷകർ എടുക്കാന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു? അല്ല, ആ ഒരു സാധനം അല്ല നീ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ് അതിന്റെ എന്നെ എക്സൈറ്റ് ചെയ്യിച്ചൊരു ഘടകം. അത് അങ്ങനെ തന്നെ മനസ്സിലായല്ലേ? താങ്ക് യു. അവസാനം ഈ ഫൈറ്റിലെ ഇപ്പം ലാലേട്ടൻ കാല് പൊക്കി അടിക്കണൊക്കെ നമുക്ക് ഭയങ്കര എന്താ കോരിത്തിരിപ്പിക്കുന്ന പോലത്തെ രംഗങ്ങളാണ്. അപ്പൊ അതേപോലത്തെ രംഗങ്ങളൊക്കെ ചേട്ടന്റെ കാല് പൊക്കി അടിയൊക്കെ കണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട്? ഫൈറ്റിന് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടിയുണ്ടോ അതോ പെട്ടെന്ന് പഠിച്ചെടുത്തോ കാര്യങ്ങളൊക്കെ? വളരെ പെട്ടെന്നായിരുന്നു അത് സാറിന് പേടിച്ച് ചെയ്ത അത് വേറെ. ഞാൻ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഞാനിതിന് മുന്നേ വരുന്നതിന് മുന്നേ സാറിനോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു വെയിറ്റ് കുറച്ചിട്ട് വരണം എന്നുള്ളത്. അപ്പോൾ ഇവൻ വെയിറ്റ് കുറച്ചിട്ട് വന്നു, പക്ഷെ 5 കിലോ കുറച്ചു. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, ഇങ്ങനെ സാറ് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ആക്ച്വലി 5 കിലോ കൂടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി സാറ് ഓക്കെ ആണ് എന്ന് പറഞ്ഞു.
പിന്നീട് ഈ ഫൈറ്റ് വന്ന സമയത്ത് ഒന്ന് എനിക്ക് ഓൾറെഡി കാല് ലുക്മാൻ വളയിലൊരു ചവിട്ടി ഒട്ടിയിട്ട് കയ്യിൽ പ്ലേറ്റ് ഇട്ടിരിക്കുകയാണ് ഇവിടെ. മുട്ട് ഇതേപോലെ ചെറുങ്ങനെ തേയ്മാനം സംഭവിച്ച് മുട്ടിനും പ്രശ്നമുണ്ട്. അപ്പം ഈ പൊക്കിച്ചവിട്ടുക എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒറ്റക്കാലിൽ പൊട്ടി ചവിട്ടുമ്പോഴേക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇത് വരും. കാരണം പക്ഷെ സെന്തിൽ സഹകരിച്ചു. അപ്പം വലിയ ഇതില്ലാതെ അടികൊണ്ട് സെന്തിലങ്ങ് പോയി. അപ്പോൾ അധികം ചവിട്ടേണ്ടി വന്നില്ല. ആ ഒറ്റ ചവിട്ട് തന്നെ ഏകദേശം ഓക്കെ ആയിരുന്നു. ഫൈറ്റ് പിന്നെ നമ്മൾ ഫീനിക്സ് ആയിരുന്നില്ലേ? ഫീനിക്സ്, അതെ അതെ. അപ്പൊ ഫീനിക്സുമായിട്ട് ഓൾറെഡി കുറെ പടങ്ങൾ ഫൈറ്റ് ചെയ്തത് ഉള്ളതുകൊണ്ട് ഫീനിക്സുമായിട്ട് നല്ല സിങ്കാണ്. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഇതൊന്നുമില്ല. ഞാൻ അങ്ങനെ അധികം പടങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടില്ല. അതൊന്നും ഒരേ മുഖത്തിലൊക്കെ അവസാനത്തെ അതും വിട്ടുകൊണ്ട് ചാവുന്ന അവസാനം മാത്രമല്ല. ഫൈറ്റ് പിന്നെ ചെയ്തു പോകുമ്പോൾ അങ്ങനെ രസമാണ്. പക്ഷെ ഫിറ്റ്നസ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായേനെ. പക്ഷെ ഇതില് നല്ല ഭംഗിയുണ്ടായിരുന്നു ഫൈറ്റ് കാണാൻ ചേട്ടൻ്റെ. അതെ, എന്നുവെച്ചാൽ കുറച്ചുകൂടെ ഒരു ആരോഗ്യം കുറച്ചുകൂടെ ഒന്ന് ഫിറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായേനെ. പക്ഷെ എനിക്ക് ഇഷ്ടമായത് ഉണ്ണിയുടെ ഫൈറ്റാണ്. ഉണ്ണി മറ്റേ കോളേജിൽ ക്യാൻറ്റീനിലൊരു LKG കുട്ടീനെ അടിച്ച് മുടിക്കുന്നില്ല, ചെറിയൊരു കുട്ടീനെ. അതിൽ ഉണ്ണിയുടെ അടി ഇതൊരു ഒരു കമ്പെടുത്ത് വിരട്ടി വിട്ടാൽ അത് സാറാ ഫൈറ്റ് വേണ്ടെന്ന് പറഞ്ഞ് ഉണ്ണി നിർബന്ധിച്ച് വെച്ച ഫൈറ്റാണ്. പൈസയും കൊടുത്ത് ഉണ്ണി ഇറക്കിയതാണ് ഫൈറ്റ്. അവിടെ ഒരു ഫൈറ്റില്ല, അവനെ ഓടിച്ചു വിടുന്ന കേസിൽ ഉണ്ണിയേട്ടൻ ഈ ഫൈറ്റ് കാണുമ്പോഴേ മൊയ്നുകളെ ഫൈറ്റില് ചേട്ടന് ചെയ്യാൻ പറ്റുന്ന ഒരു എന്നെ ഇങ്ങനെ ഒരു സിംഗിൾ പീസിൽ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇല്ലടാ, ഞാൻ ഈ ഫൈറ്റ് ഒന്നുമില്ല. വിളിക്കാതിരിക്കാനാണ് മുട്ടുപോയി അല്ല, അത് മറ്റേ ഇതിനകത്ത് വളരെ ചെറിയൊരു അടി, നല്ലൊരു അടി കിട്ടിയ അവൻ്റെ നല്ല ചവിട്ടും ഇതൊക്കെയാണ്. ഇന്നത്തെ പുതിയ തലമുറ എല്ലാവർക്കും ഭയങ്കര ആവേശം കൂടുതലാണ്. ഞാൻ ലുക്മാൻ അന്ന് ജിംഖാന കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. അവനെന്റെ നെഞ്ചത്താണത് ഫൈറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാഗ്യം ഉണ്ണിക്ക് എൻ്റെ കൂടെ ഉണ്ണിയുടെ കൂടെ എനിക്ക് ഫൈറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഉണ്ണിയുടെ മുന്നിൽ ഞാൻ നിഷ്പ്രഭമായി പോയെ. പിന്നെ സെന്തില് ഭയങ്കര കറക്റ്റ് ആയിരുന്നു. സെന്തില് ഭയങ്കര ടൈമിങ്ങും, സെന്തില് അടി കൊള്ളാൻ ആവേശം മൂത്തിട്ട് സെന്തില് കയറി വരും. സെന്തില് ആ ഭാഷ നമ്മളെടുത്ത് തീർന്നു. ആ അതെ 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 അതെ. ഷാജുവിൻ്റെ അടുത്ത് 2 ചവിട്ട് കിട്ടിയല്ലേ എണ്ണ? അതെ മറ്റേ മുഴുതിയുള്ള ഫൈറ്റ് ഒന്നും നമ്മൾക്ക് കോമഡിയും ഇതൊക്കെ മതിയുടെ. പിന്നെ എന്നെ ഇൻസ്പയർ ചെയ്തൊരു പടം ഉണ്ട്, ഇടിയൻ ചന്തു. ഇടി കൊണ്ടിച്ചല്ലോ, ആരെ കൊണ്ടും പറ്റുമെന്ന് എനിക്ക് തോന്നിയത് ഈ സിനിമയുടെ കുറച്ച് കണ്ടത്. ഞാൻ ചേട്ടാ അതേപോലെ ഭീഷ്മരുടെ കൂടെ മല്ലിടാൻ നിൽക്കുന്നത് ഇപ്പൊ ദുരന്തർ 2-ഉം ആടുമാണ്. ഏതാ മല്ലിടാനായിട്ട് പിടിച്ചിരിക്കുന്നത്? ദുരന്തർ 2-ഉം ആടാണ് പിടിച്ചിരിക്കുന്നത്. ഇതേ ചോദ്യം നിങ്ങളെ ദുരന്തർ 2-ന്റെ ആൾക്കാരോടും അവരോട് ചോദിക്കണം. അതാ ഞങ്ങൾക്ക് പറയുന്നത് അല്ലേ? ഓക്സിജൻ റിലീസ് മാറ്റിയില്ലോ പേടിച്ചിട്ട്. അത് നമ്മുടെ സാറ് തന്നെ പറഞ്ഞത്, നമ്മുടെ ഇത് പേടിച്ചാണ് മാറ്റിയത്. അതുകൊണ്ട് ചായ റെഡിയാണ്. കരിപ്പോടെ കഴിച്ചിട്ട് പോകുന്നുണ്ട്. അതെ, അത്തരം തമാശകളൊക്കെ സാർ ആദ്യം തന്നെ കട്ട് ചെയ്തത്. ഞങ്ങള് അത് വേണ്ട, അതുകൊണ്ട് ഞങ്ങൾ അത് പേപ്പറിലുള്ളതും സ്ക്രിപ്റ്റിലുള്ളതും തമാശകളല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു തമാശ. കാരണം സ്ക്രിപ്റ്റ് തിരുത്താൻ ശ്രമിച്ചെങ്കിലും ഞാനത് അനുവദിച്ചില്ല. ചിലർ അതില്ലായിരുന്നു. അപ്പൊ പോയ പുത്രവിളിച്ചിട്ട്
അതുപോലെ ഈ ചെയ്യുമ്പോൾ ഇതുവരെ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന പാർട്ടികളൊക്കെ വിട്ടിട്ടുള്ളൊരു പരിപാടിയാണല്ലോ ത്രൂട്ട് പടത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലുള്ള ഒരു പ്രതീക്ഷ എക്സ്ട്രാ എഫേർട്ടായിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തോന്നിയോ? ഫൈറ്റ് പിന്നെ ചില ഒരു ഇമോഷണൽ ഫീൽ ആ ഒരു എക്സ്പ്രഷൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനം അപ്പൊ എനിക്ക് ജനുവലി തോന്നിയത് വിനീതേട്ടൻ നേരത്തെ ഒരു ഇന്റർവ്യൂ പറഞ്ഞൊരു കാര്യമാണ്. ഇത് ഇത്രയും സിനിമകൾ ചെയ്ത് ആ എക്സ്പീരിയൻസ് ധ്യാനം എന്നൊരു നടനെ ഇതുമായിട്ടുണ്ട്, എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നീ എന്താ കാശ് വെച്ചിങ്ങനെയൊക്കെ പറയുന്നത് നമുക്കറിയില്ല. അതെ അതെ, കൂടുന്നുണ്ട് കൂടുന്നുണ്ട്. ഇതൊന്നും വേണ്ട. ഇത്ര സിനിമ ചെയ്തത് ആ ഒരു എക്സ്പീരിയൻസ് ആസ് ആൻ ആക്ടർ തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ടോ? അത് ഡിപ്പെൻസ്. ഇപ്പൊ ഇതിനോടൊപ്പം തന്നെ നമ്മൾ നന്നാവണം എന്നുള്ളതിനപ്പുറത്ത് സിനിമയും സിനിമയുടെ കഥയും ബാക്കിയുള്ള ഉണ്ണിലാലുമൊക്കെ നന്നായല്ലേ കാര്യമുള്ളൂ. മൊത്തത്തിൽ നന്നാവണല്ലോ. അപ്പൊ എല്ലാം നന്നായി വരുമ്പോഴാണല്ലോ. ഇതിപ്പോ ഞാൻ മാത്രം നന്നായോണ്ട് സിനിമക്ക് കൂടല്ലോ. അതോടൊപ്പം തന്നെ സിനിമയാണല്ലോ, അല്ലെങ്കിൽ സിനിമയുടെ കഥയും ബാക്കിയുള്ള മേഖലകളൊക്കെ നന്നായി വരുമ്പോ ഒരു ആക്ടറും അതോടൊപ്പം തന്നെ വളരും. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ധ്യാൻ ചേട്ടനുമുണ്ട്. അപ്പം ഈ ഒരു സിനിമ ചെയ്യുന്നതിന് മുൻപുള്ള ഒരു എക്സ്പെക്ടേഷനും പിന്നെ ചെയ്യാൻ സെറ്റിൽ വന്നതിന് ശേഷം ധ്യാൻ ചേട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ വേറൊരു മൂടാണല്ലോ. അപ്പം ചെയ്തതും പിന്നെ ഇറങ്ങി കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ഒരു ഫീലൊക്കെ ഭയങ്കര രസമായിരുന്നു. ഞാൻ കുറച്ചും കൂടി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം വിജയേട്ടൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ലൊക്കേഷനിൽ. ഞങ്ങൾ നേരത്തെ ഇൻ്റർവ്യൂവിലൊക്കെ ഇരുന്നപ്പോൾ പറഞ്ഞതാണ്, ഒരു പ്രിൻസിപ്പള് പിള്ളേരെ ഇങ്ങനെ വളരെ ചിട്ടയോടുകൂടി കൊണ്ടുപോകുന്ന പോലെയാണ് ലൊക്കേഷൻ. അത് അറിയാൻ വന്നതോടുകൂടി അതിനൊരു ഇത് വന്നു. ഏത് ഞങ്ങളവിടെ ഫുൾ ചില്ലിങ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി മൂഡായിരുന്നു, ഭയങ്കര എന്താ പറയുക എൻജോയ് ചെയ്ത് വെക്കേഷൻ പോലെ തന്നെയായിരുന്നു ലൊക്കേഷൻ. ഇന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും നാളായി, സെപ്റ്റംബറിലായിരുന്നു ഷൂട്ട്. ഇന്ന് സിനിമ കാണുമ്പോഴാണ് ആ ഓരോ സീനും വരുമ്പോൾ നമ്മൾ ഓർത്തോർത്ത് ചിരിക്കണമായിരുന്നു. ഇത്രയും എൻജോയ് ചെയ്ത് കണ്ട സിനിമയില്ല ഈ അടുത്ത കാലത്ത്. ഭയങ്കര രസമായിട്ടിരുന്നു, തിയേറ്ററിൽ എൻജോയ് ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിരുന്നു ലൊക്കേഷൻ മൊത്തം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഫണ്ണായിരുന്നു മൊത്തത്തിൽ. വിജയൻ എന്ന ഡയറക്ടറുടെ ചലഞ്ചിങ് എന്തായിരുന്നു? അദ്ദേഹത്തിന് മുമ്പ് വർക്ക് ചെയ്യുന്നു, ചലഞ്ച് എന്തായിരുന്നു? ചലഞ്ച് അങ്ങനെ ചലഞ്ചായിട്ടൊന്നുമില്ല. സാറിന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അല്ല, ഇതിനകത്ത് ഇത് നമ്മുടെ സുഹൃത്ത് അൻസാജാണ് എഴുതിയത്. അതിൽ നിന്ന് സാറ് സ്ക്രിപ്റ്റ് ഏറ്റെടുക്കുകയും അതിലുള്ള അഡീഷൻസുകൾ വരുത്തുകയും, അപ്പോൾ അത് ഒരുപാട് ലെയർ അല്ലെങ്കിൽ ഒരുപാട് മൾട്ടിപ്പിൾ ലെയർസ് ആഡ് ചെയ്യുകയും പുള്ളിയുടെ രീതിക്ക് ഈ സ്ക്രിപ്റ്റിനെ മാറ്റി. ഞങ്ങൾ ആദ്യം വായിച്ച അല്ലെങ്കിൽ ഞങ്ങൾ 2 വർഷം മുന്നേ വായിച്ച സ്ക്രിപ്റ്റൊന്നുമല്ല. സാർ അതിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി അതിനെ കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ ആക്കാനും പാട്ടുകൾ വന്നു, കുറേ ആഡ് ഓൺസ് വന്നു. അപ്പം ഞങ്ങൾ ഇതിലേക്ക് എത്തുമ്പോഴേക്ക് പുള്ളി കൃത്യമായിട്ട് അതിനെ അതെ ലാസ്റ്റ് ഫൈറ്റ് കുറേ ആഡ് ഓൺസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ സ്ക്രിപ്റ്റ് 2 വർഷം മുന്നേ ഞാനും വിഷ്ണുവും കേട്ട ഒരു സാധനമൊന്നുമായിരുന്നു. സിനിമ കംപ്ലീറ്റ്ലി മാറിയിരുന്നു. കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചലഞ്ച് ആയിരുന്നില്ല, ഞങ്ങളുടെ വെച്ച് സിനിമ ചെയ്യുന്നതാണ് ചലഞ്ച്. ഇനി കട്ടപ്പന വിഷ്ണു അല്ലെങ്കിൽ കട്ടപ്പന വിഷ്ണു അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ധ്യാൻ എന്നൊക്കെ ശേഷം ഭീഷ്മർ. കട്ടപ്പന 10-12 വർഷമായിട്ട് ഇപ്പോൾ 2 വർഷമായിട്ട് ഇനി ഭീഷ്മർ അങ്ങനെയൊക്കെ അറിയപ്പെടുന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അത് അങ്ങനെ അറിയപ്പെടുന്നു. ഇത് ചോദിച്ചതിന് പിന്നെ നീ അറിയപ്പെടും. അല്ല, ഉണ്ണിലാലുള്ളൊരു പേര് മാറ്റി ഉണ്ണി ഭീഷ്മർ താക്കി. അതെ ആ ഒരു കഥയുണ്ട് ഇതിനകത്ത് രസമുള്ള. ഉണ്ണി രേഖാചിത്രം ചെയ്തു, ഓഫീസർ ചെയ്തു, ഷോർട്ട് ഫിലിംസ് ചെയ്തു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് ഫോട്ടോ പിടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓട്ടോക്കാരെ വണ്ടി നിർത്തുകയും കഴിയുമ്പോൾ സാർ ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇവൻ രേഖാചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഒക്കെ പേര് പറഞ്ഞു. അതൊന്നും നമുക്കറിയില്ല, ഭീഷ്മർ പടത്തിന്റെ പോസ്റ്ററിൽ കണ്ടു. അങ്ങനെ ഇപ്പോ ഉണ്ണി ഭീഷ്മർ സത്യല്ലേ? സത്യമാണ്. കാരണം വെച്ചാല് അത്രമാത്രം ഫ്ലക്സ് ഉണ്ട്. ഇപ്പം എനിക്ക് കുറെ പേര് അയച്ചു തരുന്നുണ്ട്. ഞാൻ
ചെയ്ത പടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫ്ലക്സ് ഉള്ള ഒരു പടമാണ് സിദ്ധോന ഭീഷ്മർ. പിന്നെ അതുപോലെ പോസ്റ്റേഴ്സ് എല്ലാത്തും ഞാനും എല്ലാ പോസ്റ്റേഴ്സിലും ഉണ്ട്. സോ അതുകൊണ്ട് അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കറക്റ്റാണ്. ഞാൻ നേരെ ചോദിച്ച പുള്ളിയുടെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ആക്ച്വലി പുള്ളിയുടെ പാക്കിൽ തന്നെ ഫ്ലക്സ് ഉണ്ട്, വലിയ ഫ്ലക്സ്. ഞാൻ ഫ്ലക്സ് നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ അത് പുള്ളി നോക്കി തന്നു, നിങ്ങളല്ലായിരുന്നു ഇത്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട്. പുള്ളി കഴിയുമ്പോൾ ചായ കുടിക്കും പറയും. നോർമലി ചിത്രങ്ങളിൽ എപ്പോഴും ഹീറോയിൻസിന് എപ്പോഴും പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു ഭയങ്കര ഗ്ലോറിഫൈ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഗോർജിയസ് ലുക്കിലായിരിക്കും ഓരോ ഹീറോയിൻസ്. ഇപ്പം കള്ളനും പകുതിയായാലും ശരി, ചിത്രിയിലെ ക്യാരക്ടർ ആയാലും ശരി, ഇപ്പം ഈ സിനിമയിലെ ക്യാരക്ടർ ആയാലും ശരി, ഹീറോയിൻസിന് എപ്പോഴും ഒരു ഗ്ലോറിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ഹീറോയിൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡയറക്ടറോടെയാണ്. അപ്പം ഭീഷ്മർ എന്ന സിനിമയിൽ ഈ സിനിമ വ്യത്യസ്തമാക്കുന്ന എന്താണ്? ഈ ഹീറോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? ഹീറോയിനെ മാത്രമല്ല, ധ്യാനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, വിഷ്ണുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സത്യം ഇതിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് വന്നപ്പോൾ എന്താണ് നമ്മുടെ ഇപ്പം ഇവർ തന്നെ പറയുന്നത്, ഇവർ ഈ ഷോട്ട് സമയത്ത് അവിടെ വരും, അത് കഴിഞ്ഞ് പോയി ചീട്ട് കളിക്കും. അപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഭയങ്കര എന്താ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അതാണ്. ഇപ്പോൾ നമ്മുടെ സെറ്റ് വരുമ്പോൾ ഇവര് പ്രിൻസിപ്പലാണ് എന്ന് പറയുമ്പോഴും ആ ക്ലാസ് ഇരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, ബാക്കി സമയം അവരെ എന്തിനും തുറന്നു വിട്ടോളും. അതായത് ഞാൻ ഒന്നിനും നിയന്ത്രിക്കത്തില്ല, പോയി എന്തോ ചെയ്തോളാം പറയും, അങ്ങനെ പോയി ചെയ്യുന്നതാണ്. അപ്പം നായികയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിപ്പോൾ നമുക്ക് എന്താ പറയുന്നത് സംഭവിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ നമ്മുടെ ഈ കഥാപാത്രത്തിന് അനുയോജ്യമെന്ന് തോന്നുന്നവരെ സെലക്ട് ചെയ്യുമ്പോൾ അവർ വരുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, നമ്മളൊരുപാട് അവരെ ഇത് ചെയ്യും, ട്രെയിൻ ചെയ്യും. കാരണം ഡയലോഗുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയും നമുക്ക് പലതും അവരെ നമുക്ക് വളരെ സമയം എടുത്തിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അല്ല ഒരു ചെറിയ സമയം മാത്രമല്ല. അതായത് ഇപ്പോൾ 1-2 ദിവസവും ഈ പിന്നെ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഷൂട്ടിംഗ് സമയത്തൊന്നുമല്ല. അതൊക്കെ വളരെ മുമ്പ് തന്നെ അവരുമായിട്ടൊക്കെ പല മീറ്റിങ്സൊക്കെ ഇത് ചെയ്ത് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള കഥാപാത്രത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. പിന്നെ അവർ തന്നെ പൊതുവെ ഹാപ്പിയാണ്, നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. പിന്നെ അപ്പോൾ അതുപോലെ ഈ നമ്മുടെ ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് തന്നെ ഒരു നമുക്കറിയാതെ തന്നെ നമ്മളിലൊരു പോസിറ്റീവ് മൂഡ് വരും. അപ്പോൾ അത് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ മോക്ഷാനായപ്പോഴത് തന്നെ ചിത്രീൻ്റെ അവരൊക്കെ ആരും അത് തന്നെ നമുക്കിപ്പോൾ ഇവർ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് വ്യത്യസ്തമായ ഒരു എന്താ പറയുന്ന ഒരു അനുഭവമായിരുന്നു എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം ഇത്രയും എന്താ പറയുന്നത് നമ്മൾ പിന്നെ ആസ്വദിച്ച് ചെയ്തിട്ടുള്ള ഒരു വാർത്തയില്ല. നമ്മൾ പല രീതിയിൽ ഇപ്പോൾ സ്റ്റേഷോ ആയാലും ബാക്കിയുള്ള എന്ത് തന്നെ ആയാലും ഇതുപോലെ ആസ്വദിച്ച് നമുക്ക് ചെയ്തിട്ടുള്ള നമുക്ക് ഒരിക്കൽ പോലും ഇതൊരു ജോലി എന്ന് തോന്നില്ല. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ത്രൂ ഔട്ട്. ഇത് നമുക്ക് വേറൊരു എന്ന് പറയാൻ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എന്ന് തന്നെ പറയാം. കാരണം പാലക്കാട് ഈ സമയത്തൊക്കെ ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന മഴ കാരണം മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ദിവസം പോലും അങ്ങനെ മാറ്റി വെക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ വൈകുന്നേരം ഒരു 6-6:30 മഴ പെയ്ത് വളരെ ശക്തിയായ മഴ പെയ്ത് നിൽക്കുമ്പോഴും നമ്മുടെ ലൊക്കേഷൻ പോകുമ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ പൂജ ചെയ്ത് നമ്മുടെ ഇതിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് ആ മഴ മാറി നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്ന ഒരു അനുഗ്രഹമായിരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു അനുഗ്രഹം പൊതുവെ നമുക്ക് ഒരു അനുഗ്രഹം കൈവന്നിട്ടുണ്ട്. അത് ഈ കഥാപാത്രങ്ങളിലേക്കും അത് സന്നിവേശിച്ചിരിക്കാം. അതാണ് ഇപ്പോൾ ധ്യാൻ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അറിവ് ശരിയാണ്, ഇത്രയും സഹകരിച്ചിട്ട് ഒരുപാട് ഈ എന്താ പറയുന്നത് ഈ ഇതിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഇതെനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ളത്. അത്രത്തോളം എപ്പോൾ പറഞ്ഞാലും യാതൊരു തടസ്സവും കൂടാതെ സമയമില്ലാത്ത സമയം ഉണ്ടാക്കിയതിന് വന്ന് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എത്രയോ വർഷങ്ങളോ എത്രയോ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ദൈവികമാണ് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരർത്ഥത്തിൽ പറയാം. ശ്രീജൻ സർ, ഇതിൽ പലപ്പോഴും ഇതിന്റെ കണ്ടന്റുകളിലെ താഴെ കമന്റായിട്ട് വരുന്നത് ഇതിലെ പാട്ടുകളെ കുറിച്ചാണ്. വീണ്ടും പണ്ടത്തെ കാലത്തെ പോലെ തന്നെ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ആണ് പ്രേക്ഷകർക്ക് കിട്ടിയെന്ന് എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ മാധുര്യമാർന്ന ഗാനങ്ങൾ വേണമെന്ന് നേരത്തെ തന്നെ അങ്ങ് നിശ്ചയിച്ചതാണോ? ഇതിലെ പാട്ടുകൾക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഈ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഈ പാട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ പടം പൂർണ്ണമാകത്തില്ല. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം. ഇപ്പോൾ ആദ്യത്തെ ഇത്തിരി പോന്നൊരു എന്ന് തന്നെ പറയുന്നത്
അതിൻ്റെ പല്ലവി നമ്മൾ ഇത് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നറേഷൻസ് ഇൻ ദ സെൻസ് ഇപ്പോൾ ഇവർ വണ്ടി ഇരുന്ന് പിന്നെ എവിടെ എങ്ങനെ ഈ നിന്നെ എവിടെ അങ്ങനെ പ്രേമിച്ചു എന്ന് പറയുന്നത് അത് എവനാണ് കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആ സ്ക്രിപ്റ്റുമായിട്ട് വളരെ ബന്ധപ്പെട്ട അതോടൊപ്പം തന്നെ നമുക്കൊരു നല്ല മെലഡി വേണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. കാരണം അത് അതിന് ഈ രഞ്ജനുമായിട്ട് അടിയും കുത്തുമെന്നല്ലാതെ എല്ലാം ഉണ്ടായിട്ടുണ്ട്. അത്രത്തോളം പുള്ളിയെ ഞാൻ അതായത് ആദ്യം ചെയ്തതിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 പാട്ടിൻ്റെ അത് തന്നെ അമ്പലപ്രാവിൻ്റെ. അപ്പോൾ നമുക്ക് ഈ മെലഡിയോട് എന്നും സ്നേഹമാണ്, പക്ഷേ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫാസ്റ്റായിട്ടുള്ള റിതം വേണമെന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പടത്തിന് പണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫാസ്റ്റായിട്ടുള്ള റിതമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മെലഡി ഒട്ടും ചോർന്നു പോകാതെ തന്നെ അത് ഇപ്പോൾ എപ്പോഴും എനിക്ക് പാട്ടുകൾ ഇഷ്ടമാണ്, മെലഡി ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ മാറ്റം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഈ റിതം മാത്രമേ മാറ്റിയിട്ടുള്ളൂ. പക്ഷേ ഇനിയും അത് വളരെ നല്ല രീതിയിൽ തന്നെ ആൾക്കാർ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി പ്രത്യേകിച്ച് രഞ്ജിനോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ ഓർമ്മകൾ ഉണ്ടല്ലോ, ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഇന്ന് റംസാനാണ്, പക്ഷേ ഈ ഒരു മാർച്ച് 20-ന് ഭീഷ്മർ തിയേറ്ററുകളിലേക്ക് എത്തും എന്നുള്ളൊരു അനൗൺസ്മെന്റ് വന്ന സമയത്ത് ആ സമയം തെന്നിന്ത്യയിൽ തന്നെ മികച്ച ഏറ്റവും കൂടുതൽ ആൾക്കാർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അന്യഭാഷാ ചിത്രങ്ങൾ 2 ചിത്രങ്ങൾ ലൈനപ്പിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും മാർച്ച് 20-ന് തന്നെ ഇത് തിയേറ്ററിൽ എത്തിക്കും എന്നുള്ള സാറിന്റെ ഉറപ്പ് എന്തായിരുന്നു? അത് 1-2 കാരണങ്ങളുണ്ട്. കാരണം ഇതിപ്പോൾ ഈ സമയത്ത് എത്തിച്ചില്ലെങ്കിൽ പിന്നീട് എപ്പോൾ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഇപ്പം നമുക്കിത് ഈ സമയത്ത് ഈ ആർട്ടിസ്റ്റുകളെല്ലാം നമുക്കിതിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അതായത് മറ്റു സമയങ്ങളിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ദിവസങ്ങളിലായാലും അവരുടെ ഒരു എന്താ പറയുന്ന ഒരു പ്രത്യേക സഹകരണത്തോടു കൂടിയാലും കിട്ടാൻ സാധിക്കുമായിരുന്നു. ഒന്നത്. രണ്ടാമത് പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴായാലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീറ്റേഴ്സ് നമുക്കുണ്ടാവും. അതിനുവേണ്ടി മാറ്റി വെച്ചിട്ട് നമുക്ക് കാര്യമല്ല. പിന്നെ നമ്മൾ ഒരു കാര്യത്തെ ഇറങ്ങിത്തിരിക്കാൻ നമുക്കൊക്കെ അതിൻ്റെ വിജയപരാജയങ്ങളെക്കുറിച്ച് നമ്മളൊരിക്കലും അത്രത്തോളം ബോധവാൻ ആകാറില്ല. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്ന ഒരു ഇതിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ തീരുമാനിച്ചു ഇപ്പോൾ തന്നെ പോകട്ടെ. പിന്നെ ഇതിന് വേറൊരു ആളുണ്ട്. കാരണം ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഡ്രീം ബിഗ് ഫിലിംസിൻ്റെ സുജിത്താണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അദ്ദേഹത്തോട് ഞാൻ ഈ ദിവസം പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നേ ഉണ്ടായിരുന്നു നമുക്ക് കൊള്ളാവുന്ന തിയേറ്റർ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു 2 ദിവസം ഒരാഴ്ച കൊണ്ട് പറയാമെന്ന് പറഞ്ഞു. അന്വേഷിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് നമുക്ക് നല്ല കുറച്ച് തിയേറ്ററിൽ ലിസ്റ്റ് തന്നു. അപ്പോൾ പിന്നെ ഞാൻ കോൺഫിഡൻ്റായി. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോഴാണ് ഈ ടോക്സിക്ക് മാറുന്നു എന്ന് പറഞ്ഞത്. അതാണ് അതിൻ്റെ ഒരു എന്താ വെച്ചാൽ നമുക്ക് പിന്നെ ഇനിയും ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇത് മാറ്റിവെച്ചാൽ അതേ പ്രശ്നങ്ങൾ പിന്നീടും ഉണ്ടാകാം എന്നത് ഒരു വസ്തുതയായിട്ട് എനിക്ക് തോന്നി. അത് തന്നെയാണ് എൻ്റെ. ഓക്കെ സാർ, എന്തായാലും സാറിന്റെ കർമ്മഫലം പോലെ തന്നെ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും മിക്ക ജില്ലകളിലും ഇന്ന് 6 മണിക്ക് ശേഷമുള്ള നമ്മുടെ ഈ കൊച്ചി ചിത്രത്തിന്റെ സ്ക്രീനിങ്സും ഫാസ്റ്റ് ഫീലിംഗിലേക്ക് കുതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാറിന്റെ ആ ഒരു തീരുമാനം തെറ്റായിട്ടില്ല. ഒപ്പം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ പറയുന്ന മറ്റൊരു കാര്യം, ധ്യാൻ ശ്രീനിവാസനോടൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്ന 2 സഹോദരന്മാരായിട്ട് അഖിൽ കവലിയൂറും ഷാജു ശ്രീധറും. എങ്ങനെ ഈ കഥാപാത്രത്തെ നോക്കിക്കാണുന്നത്? എന്താണ് നിങ്ങളുടെ ഈ ഒരു കഥാപാത്രത്തിന് കിട്ടുന്ന പോസിറ്റീവ് റെസ്പോൺസിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടി വിട്ടിട്ട് സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ നമ്മൾ കാഷ്വലായിട്ട് ധ്യാനമായിട്ട് സെറ്റിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ അതേ പരിപാടി തന്നെയായിരുന്നു ആ ക്യാരക്ടറും. അതായത് ഒരാളുടെ കൂടെ നിൽക്കുന്ന കട്ടയ്ക്ക് കൂടെ വയ്ക്കുന്ന 2 പേർ. അപ്പം അതിൽ നമുക്ക് ഒന്ന് ധ്യാനമായിട്ട് നമ്മൾ പണ്ടേ കംഫർട്ടാണ് ചെയ്യാനായാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങോട്ട് ചോദിക്കാനും പറയാനും. അപ്പോൾ അതിനൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് നോർമലി നമ്മളെ കണ്ടാൽ ഒരു പണിക്കാരനായിട്ട് തോന്നുന്നതുകൊണ്ട് ഇത് വലിയ കുഴപ്പമില്ല. പിന്നെ ഷാജും കൂടെ വന്നപ്പം പക്ഷെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറേ സാധനം എഡിറ്റായിപ്പോയി. കാരണം നമ്മൾ 3 പേരുടെ ഫ്രെയിം നിൽക്കുമ്പോൾ ഫ്രെയിം തിരയില്ല. അപ്പം ഇടയ്ക്ക് കൈയൊക്കെ കട്ടായിപ്പോയി പല സ്ഥലത്തും. അത്രേ ഉള്ളത്, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ തുടക്കകാലത്ത് എപ്പോഴും ഈ ഗ്രൂപ്പ് സിനിമകൾ നായക വേഷം ചെയ്യുന്നതൊക്കെ എങ്ങനെയായിരിക്കും 5 പേര് 6 പേര് 11 പേരിലാണ് തുടങ്ങിയത്. പിന്നെ അങ്ങനെ ഒരു ഗ്രൂപ്പ് സിനിമകൾ അങ്ങനെ ഉണ്ടാവുമായിരുന്നു. കൂടുതൽ ഫ്രണ്ട്സായിട്ടുള്ളൊരു തമാശകൾ മിക്സ് ചെയ്തിട്ടുള്ള സിനിമകൾ ഒരുപാട്, പ്രത്യേകിച്ച് മിമിക്രി ബേസ് ചെയ്തിട്ടുള്ള സിനിമകളായിരുന്നു.
പിന്നെ കുറേ കാലത്തിന് ശേഷം മാറി പിന്നീട് ഒരു നായകന്മാരുടെ കൂടെ ഞങ്ങൾ രണ്ടുപേർ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടൊരു സിനിമ പിന്നീട് വരുന്ന ഇപ്പോഴാണ് ആക്ച്വലി. അപ്പം അത് ഞാനും വിഷ്ണുവൊക്കെ നമ്മൾ നേടിയിരുന്ന ഒരു സിനിമയിൽ നമ്മളവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അവരുടെ ഓരോരുത്തരോട് അഭിനയിക്കുമ്പോഴും ഓരോ പുതിയ അനുഭവങ്ങളാണ്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു സിനിമയായിരുന്നു. മാത്രമല്ല നല്ല സപ്പോർട്ടും എപ്പോഴും കൂടെ തന്നെ, ഒരു സെക്കൻഡ് പോലും മാറാതെ കൂടെ തന്നെ ഉണ്ടാവുകയും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതാണ് ഒരു സന്തോഷം എന്ന് പറയാം. ശ്രീ ധ്യാൻ ശ്രീനിവാസന് ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ കൂടെ അഭിനയിച്ചപ്പോൾ അതല്ലേ നമ്മള് ഞാൻ ഷാജോട്ട് ഒരുമിച്ച് ഓൾറെഡി 2 സിനിമകൾ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ അറിയാം, നമ്മൾ ഷോവും പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഭയങ്കര കംഫർട്ടായിരുന്നു. അപ്പോൾ അത് ഒരു പരിധിവരെ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലുണ്ടായിരുന്ന ഒരു സാധനം ഒരു പരിധിവരെ സ്ക്രീനിലുണ്ടായിട്ടുണ്ടെന്നാണ് ഒരു വിശ്വാസം. വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര സുഖമായിരുന്നു. ചേട്ടാ, അതേപോലെ ഇപ്പൊ മലയാളത്തിൽ ഇപ്പൊ എല്ലാ ആക്ടേഴ്സിനെ കൊണ്ട് സർക്കാസം എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ചിലപ്പോൾ ഓൺ സ്ക്രീനിൽ അത്രയും ചെയ്യും, ഓഫ് സ്ക്രീനിൽ വരുമ്പോഴേക്കും അവർ അത്രയും ഇതില്ല. ഞാൻ ചേട്ടൻ രണ്ടും കംഫർട്ടബിൾ ആണ്. ഇപ്പൊ സർക്കാസം ഇപ്പോൾ ഓഫ് സ്ക്രീനിലായിട്ട് ഓൺ സ്ക്രീനിലായപ്പോൾ ഭയങ്കര എളുപ്പമാണ്. ഭയങ്കര അത് മോൾഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമില്ല. ഞാൻ തന്നെ ഭയങ്കര ഈസി ആയിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട്, കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എത്രത്തോളം അത് ഹെൽപ്ഫുൾ ആണ് പല കാര്യങ്ങളിൽ? അല്ലേ, ഓഫ് സ്ക്രീനിലുള്ള സാധനം ഓൺ സ്ക്രീനിൽ വന്നിട്ടില്ല. കാരണം അങ്ങനെയുള്ള സിനിമകൾ വരണമല്ലോ. നമ്മുടെ സിനിമയോട് സർക്കാസം ഉണ്ടോ ആൾക്കാർക്ക്? നീ ചോദിക്കുമ്പോൾ എനിക്കൊരു സർക്കാസം ഇല്ല. അപ്പൊ ഓഫ് സ്ക്രീനിൽ ഉള്ള സർക്കാസം നമ്മൾ എല്ലാവർക്കും ഉണ്ടല്ലോ. പൊതുവെ മലയാളികൾക്ക് ഉള്ള ഒരു മെയിൻ സാധനം ഈ പുച്ഛവും സർക്കാസവും ഒക്കെ, എല്ലാത്തിനോടുള്ളൊരു സർക്കാസം ഉണ്ട്. എല്ലാത്തിനെയും നമ്മൾ കാണുന്ന രീതിയോട് എല്ലാം അപ്രോച്ചൊക്കെ വേറെ തന്നെയാണ്. പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസ് ആയിക്കോട്ടെ, മലയാളികളായിക്കോട്ടെ. അപ്പൊ അത് നമുക്ക് ഇതുപോലെയുള്ള കഥാപാത്രങ്ങളും അല്ലെങ്കിൽ സിനിമയിൽ വരണമെങ്കിൽ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സൊക്കെ അങ്ങനെ ഒരു സാധനം ഇതുവരെ വന്നിട്ടില്ല. ആരും അങ്ങനത്തെ ഒരു കഥയൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇത് പലപ്പോഴും ചോദിക്കുന്ന സംഭവം ഓഫ് സ്ക്രീനിലുള്ള ഹ്യൂമർ അല്ലെങ്കിൽ സാധനം എന്തുകൊണ്ട് സിനിമയിൽ ഇല്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് തക്കതായിട്ടുള്ള എഴുത്തും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വന്നാൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ വിഷ്ണു അസാധ്യ കൗണ്ടറും സാധനങ്ങളൊക്കെ പറയുന്നതാണ്. അഖില അതുപോലെ തന്നെ. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഇറക്കിയ നമ്മൾ ഇതിന്റെ റീൽ പരിപാടി ഇറക്കിയത് വിഷ്ണുവാണ്. മറ്റേ രജനീകാന്തിന്റെയും കമലഹാസന്റെയും ഇതിട്ടിട്ട് ഇതിലെ ആരെ ഹീറോ ചോദിക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഒരു സാധനം ചെയ്തിരുന്നു. അത് വിഷ്ണുവിന്റെ ഐഡിയ ആയിരുന്നു. അതേ വേറൊരു സാധനം ചെയ്ത് അഖിലിന്റെ ഐഡിയ ആയിരുന്നു. ഇതൊക്കെ വേറൊരു രീതിയിലുള്ളൊരു സർക്കാസം ഉണ്ട് അതിനകത്ത്. നമ്മൾ സ്വയം നമ്മൾ ട്രോളുന്ന രീതിയിലുണ്ട്. അതൊരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗുമാണ്. അത് ഭയങ്കര റീച്ച് കിട്ടി. അപ്പൊ സാറെന്ന് പറയുന്നുണ്ടായിരുന്നു, മഞ്ചേച്ചി അടക്കം വിളിച്ചിട്ട് ലൈക്ക് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും കുറെ ആൾക്കാർ അത് ചെയ്തു. അതൊക്കെ അതിലൊക്കെ ഉണ്ട് ഈ പറഞ്ഞ സർക്കാസം. പിന്നെ ഓഫ് സ്ക്രീനിൽ എനിക്ക് തോന്നുന്നത് ഞാൻ പണ്ട് ക്യാരവണൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഓഫ് സ്ക്രീനിൽ ഉണ്ടാകുന്ന ചർച്ചകളും ഹ്യൂമർ ബിൽഡപ്പ് ചെയ്യും ഓരോ സീനിൽ പരസ്പരം പറഞ്ഞ് നമ്മൾ ആ സമയത്ത് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒരുപാട് കല്യാണം പോലുള്ള സിനിമകളൊക്കെ അപ്പം പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഇരുന്നു കൊണ്ടുള്ള ഒരു ചായ കുടിച്ചുകൊണ്ട് ചെയ്യുന്ന ചർച്ചകളെല്ലാം സിനിമയിൽ ആ കൗണ്ടറുകൾ യൂസ് ചെയ്യുക. പക്ഷെ കേരളത്തിൽ പല ആർട്ടിസ്റ്റുകൾ പല സ്ഥലത്തല്ല, ഒറ്റ സ്ഥലത്തായിരുന്നു. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല, കൂടുതലായിട്ട് ഒരു പരിധി വരെ ആ ഡയറക്ടറും ഇതിൽ കേരളം നമ്മൾ ഒരുമിച്ചായിരുന്നു. ഡയറക്ടറും ക്യാമറമാനൊക്കെ വേറെ. അപ്പൊ എല്ലാവരും ഒരുമിച്ച് ചേരുന്നിടത്ത് ആ ഹ്യൂമറുകളെല്ലാം അന്ന് നോട്ട് ചെയ്തുകൊണ്ട് അപ്പൊ വർക്ക് ചെയ്യാമായിരുന്നു. അപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ അല്ലാതെയാണ്. ശ്രീ ബിനു തൃക്കാക്കര ഇതിനകത്ത് വളരെ എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒരു റോളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. കഥാപാത്രത്തിന് ഒരുപാട് സ്വീകാര്യത കിട്ടുന്നുണ്ട്. എന്താണ് ഈ സ്വീകാര്യതയെ കുറിച്ചും കഥാപാത്രത്തെ കുറിച്ചും പറയാനുള്ളത്? ഒരു വളരെ നല്ല ഒരു കഥാപാത്രമായിരുന്നു എനിക്ക്. ഞാൻ അഭിനയിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രങ്ങളൊന്നാണ് ഇന്ന് ഈ സിനിമയിൽ ഷമീർ എന്ന കഥാപാത്രം. ശരിക്കും ഈ സിനിമ എനിക്ക് ചെയ്യാൻ വരുമ്പോൾ ഇതിനകത്ത് അഭിനയിക്കുന്നവരായിട്ട് എല്ലാവരുമായിട്ടും ഞാൻ ഇതുവരെ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടില്ല. ധ്യാനായാലും അഖിലായാലും ഷാഹിചേട്ടനായാലും വിഷ്ണുവിൻ്റെ കൂടെ മാത്രമാണ് എനിക്ക് നേരത്തെ അഭിനയിച്ചുള്ളൊരു ആ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ സാറിൻ്റെ കാര്യത്തിലും സാറിനെ പറ്റി വിഷ്ണുവിനെ കുറേ പറഞ്ഞിട്ടുണ്ട്, മര്യാദ ചെയ്തില്ലെങ്കിൽ അപ്പം തന്നെ പറഞ്ഞോളൂ. അപ്പോൾ ആ ഒരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ ടീമിലേക്ക് വരുമ്പോൾ നമ്മൾ സാറേ
ആ അതിന് വേറെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് എന്താ പറഞ്ഞു, മരവിൻ്റെ കുറച്ചിൽ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞ സമയത്ത് അപ്പോൾ എനിക്ക് ഇവരുടെ ടീമിൽ എങ്ങനെ നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ ടീമായിട്ടൊരു ജെല്ലായാലാണ് നമുക്ക് ഒരു സംഭവം ചെയ്യാനുള്ളൊരു ധൈര്യം വരുള്ളൂ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഫസ്റ്റ് ദിവസം ചെന്നപ്പോൾ തന്നെ എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനി ആവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കഥാപാത്രം വേണ്ട രീതിയിൽ ചെയ്യാൻ സാധിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതൊക്കെയാണ് സംഭവം. ധ്യാൻ ശ്രീനിവാസൻ ഈ സിനിമയിൽ ശരിക്കും ജീവിക്കുകയാണെന്ന് തോന്നിപ്പോയി. ഒരു കൂട്ടുകാരനെ കല്യാണം കഴിപ്പിക്കുക, അവനെ ഒളിച്ചോടിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ. അപ്പോൾ ലൈഫുമായിട്ട് ഒരു ബന്ധമുള്ള ഒരു ഇതായിട്ട് ക്യാരക്ടറായിട്ട് തോന്നി. ശരിയാണോ? ഞാനൊരു പാട്ടുകാരനെ കൂടെ മലയാള സിനിമയിൽ ഇപ്പൊ കിട്ടിയിരിക്കുകയാണ്. ഇനിയുള്ള സിനിമകളിൽ നിന്ന് ഒരു പാട്ട് പ്രതീക്ഷിക്കാതെ. ഇല്ലില്ല, അത് സാറ് പറഞ്ഞു. അത് രഞ്ജിന്റെ കൂടെ ഓൾറെഡി ഒരു രഞ്ജിന്റെ തന്നെ ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട്. സാറ് ലാസ്റ്റ് മിനിറ്റ് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു. അത് കംപ്ലീറ്റ്ലി സാറിന്റെ ഡിസിഷനായിരുന്നു. ചെയ്യാന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമില്ല. അതിപ്പോ ഒരാൾ പറയാതെ ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നത് പ്രേക്ഷകരെ എടുക്കുന്നത് ഞാൻ ചെയ്യും. നമുക്ക് അങ്ങനെ ചിന്തയില്ലല്ലോ. നിനക്കറിയില്ലേ, ഇത്രയും വർഷങ്ങളായി നിങ്ങൾക്കിടയിൽ നമ്മുടെ ലാൽ സാറിന്റെ ഡയലോഗ് തന്നെ. നമുക്ക് അങ്ങനെ ഒരു ചിന്തയില്ലല്ലോ. നാളെ നീ വിളിച്ചാലും ഇതിലിപ്പോ സാറ് പ്രത്യേകിച്ച് വിളിച്ചിട്ട് പറഞ്ഞത് പാടിയാൽ രസം ഉണ്ടാവുന്നു, അങ്ങനത്തെ സാറിന്റെ ഒരു അഭിപ്രായം. പിന്നെ ഞാൻ വരുന്നതിന് മുന്നേ എന്നെക്കാളും അരമണിക്കൂർ മുന്നേ വന്ന് പാടുന്ന ആളായിരുന്നു. എന്നോട് പറഞ്ഞ സമയത്തിന് അരമണിക്കൂർ മുന്നേ വിഷ്ണു വന്ന് അവിടുന്ന് പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ചോദ്യം വിഷ്ണുവിനോടും ഇവിടെ ചോദിക്കണം, എന്തുകൊണ്ട്? അല്ല, രഞ്ജിൻ പറഞ്ഞാൽ ഇനിയും പാടും. രഞ്ജിന് പറഞ്ഞ പോലെ നമ്മുടെ കൂടെ നിന്ന് പാടിച്ചെടുത്താണത്. അല്ല, സാറങ്ങനെ വിളിച്ച് ഇങ്ങനെ പാടാൻ ഒരിത് പറയുമ്പോൾ നമുക്ക് സുപ്രീം കോടതി എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഇത് പാടാൻ പറഞ്ഞ പിന്നെ നമുക്ക് അപ്പീലില്ല. നേരെ ഓക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് പിന്നെ രഞ്ജിൻ കൂടെ നിന്ന് പാടിപ്പിച്ചെടുത്താണ്. രഞ്ജിനാണ് സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ വിധിയാണെന്നാണ് അർത്ഥം. ഒരു പ്രൊഡ്യൂസറുടെ കൂടെ അല്ലെങ്കിൽ ഒരു ഡയറക്ടറുടെ കൂടെ വീണ്ടും അടുത്ത ചിത്രത്തിന് വേണ്ടി ചേരുക എന്ന് പറയുമ്പോഴേക്കും ആ ഒരു ബോണ്ട് വലുതാണ്. കാരണം വിഷ്ണു ഉണ്ണികൃഷ്ണൻ രണ്ടാമത്തെ ചിത്രത്തിലാണ് ശ്രീ ഈസ്റ്റ് വിജയനുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം? സാറിന്റെ ഒരു സംവിധാനത്തെ എങ്ങനെ നോക്കിക്കാണും? ഞാൻ പറയാം, സാറിന്റെ 9:30 വിഷ്ണു ഷൂട്ട് ചെയ്യുന്നത് സാറ് പറയും എന്റെ മൂഡ് ഓഫ് ആയിരിക്കുകയാണ്, നിങ്ങൾ വന്നപ്പോഴാണ് എന്റെ മൂഡൊന്ന് ശരിയായത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി വിഷ്ണു അത് സത്യമാണ്. അതിലിച്ചിരി കഴമ്പുണ്ട്. അല്ല, ഞങ്ങൾ തമ്മിൽ ചില ആശയപരമായ തർക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അല്ല, അതാ നേരത്തെ പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും സംശയമൊക്കെ ചോദിക്കുന്നതിനെ കുറിച്ചാണ് ഈ പുള്ളി ട്രോളുന്നത്. പക്ഷെ അതൊക്കെ ഇതിന്റെ ഷൂട്ടിന്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുകയും സംശയം ചോദിക്കുകയും ചിലപ്പോൾ അത് ചേട്ടൻ ഇഷ്ടപ്പെടില്ല, ചേട്ടൻ ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയും. അതൊക്കെ അവിടെ കഴിയും അല്ലേ ഏട്ടാ? അത്രേ ഉള്ളു. ഈ ദേഗ ഓഫീസർ ഓൺ ഡ്യൂട്ടി അങ്ങനെ നിരവധി ചിത്രങ്ങളാണ് ഉണ്ണിലാലു ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതില് വില്ലനാണോ, വില്ലനല്ലേ, അല്ലെങ്കിൽ ഒരു പ്രണേതാവാണോ, മൊത്തം സസ്പെൻസ് നിർത്തിയിട്ടുള്ള ഒരു റോളാണ്. പ്രത്യേകിച്ച് ഭീഷ്മർ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ പോലും ഉണ്ണിലാലുവിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ കഥാപാത്രത്തെ കുറിച്ച് പറയാനുള്ളത്? അല്ല, സന്തോഷമാണ്. കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് സ്ക്രിപ്റ്റ് അറിയില്ലായിരുന്നു. അതാ സ്ക്രിപ്റ്റ് സാറ് ആദ്യം കഥ എഴുതി പറഞ്ഞു തന്നെ. ആ സമയത്ത് ഞാനായിരുന്നു നായകൻ. പിന്നെ എങ്ങനെ വിഷ്ണു ആയതാണ് എനിക്ക് അറിയാൻ പറ്റുന്നത്. പക്ഷെ മാറ്റില്ല റോള്. അല്ല, സത്യം പറഞ്ഞ ആ റോള് അല്ലല്ല അല്ല അത് സത്യം. ഈ ഒരു ക്യാരക്ടർ ഞാൻ ഇതേവരെ ചെയ്ത എല്ലാ പടങ്ങളാണെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പടങ്ങളാണ് ചെയ്തത്. ഐ മീൻ എല്ലാത്തിനും ഡാർക്ക് ഷെയ്ഡ്സ് പരിപാടി കാണാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പടം കുറച്ചും കൂടി കൂളായിരുന്നു. പിന്നെ എൻ്റെ ശരിക്കുള്ള കോലത്തിൽ അഭിനയിച്ചൊരു പടം കൂടിയാണ്. ഞാൻ അത്യാവശ്യം ഭംഗിയുള്ള ലുക്കിലാണ് ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പം അതിലും ഭയങ്കര സന്തോഷമുണ്ട്. ബാക്കിയുള്ളതിലും എൻ്റെ ലുക്സ് എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം എല്ലാവരും ആ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്തതിൽ ഭയങ്കര സന്തോഷമുണ്ട്. രഞ്ജിൻ രാജ് മൂന്നാമത്തെ ചിത്രത്തിലാണ് ശ്രീ ഈസ്റ്റ് വിജയനുമായി ചേർന്നത്. ഈ മൂന്നാമത്തെ ചിത്രത്തിലും നിങ്ങളുടെ ഒരു കൂട്ടുകെട്ട് മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ചു. എങ്ങനെയാണ് ഈ കൂട്ടുകെട്ടിനെ നോക്കിക്കാണുന്നു? സാറിന് മ്യൂസിക് അറിയാലോ, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈസ്റ്റ് കോസ്റ്റ് ഓഡിയോസും സാറും എത്രമാത്രം നമുക്ക് എല്ലാവർക്കും നല്ല മ്യൂസിക് സമ്മാനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ
ഫിലിം തൊട്ട് ഞാൻ 3ാമത്തെ സിനിമ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുന്നത്. കള്ളനും ഭഗവതിയും ചിത്തിനി ആൻഡ് ഭീഷ്മർ. ഈ 3 സിനിമയിലും പാട്ടുകൾക്കും സ്കോറിനൊക്കെ ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, സാറ് പറയുന്ന, സാറ് ആഗ്രഹിക്കുന്ന അതേ തലത്തിലേക്ക് അത് എത്തുന്നവരെ സാറ് കൂടെ നിൽക്കാറുണ്ട്. അത് എത്തിക്കാൻ ഇപ്പോൾ പറഞ്ഞ പോലെ റിതംസ് ചെയ്തിട്ട് ഹാപ്പി ആവാതെ സാറ് വീണ്ടും എന്നെ കൊണ്ട് കുറച്ചും കൂടെ ഹെവി ആയിട്ട് റിതംസ് ജീവിച്ചു മെലോഡിക്ക്. അപ്പോൾ അങ്ങനെ സാറിന് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അത് എത്തിക്കാനും സാറ് കൂടെ നിൽക്കാറുണ്ട്. അത് അങ്ങനെ തന്നെയാണ് ഭീഷ്മറും ചെയ്തിട്ടുള്ളത്. സാർ അതിൽ തൃപ്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹിറ്റ് ചാർട്ടുകളിലൊക്കെ തന്നെ ഇടം നേടി മുന്നോട്ട് കുതിക്കുകയാണ്. കാരണം ഭീഷ്മന്റെ പാട്ടുകളും എല്ലാം ഹിറ്റ് ചാർട്ടിലാണ്. അനിലയാണ് പാടിയത്. എന്തായാലും ഈ ഒരു പെരുന്നാൾ ദിനമാണ്. അനില നമ്മുടെ സിനിമയിൽ തന്നെ 4 വരി പാട്ട് പാടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു അനില. ഇനി മാധ്യമപ്രവർത്തകർക്ക് എന്തെങ്കിലും ടൈമാണ്. അപ്പം ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ എല്ലാവരും മത്സരിക്കുന്നുണ്ട്. ധ്യാൻ ചേട്ടന് വലിയ ഓഫറായിട്ടൊക്കെ ആരെങ്കിലും പാർട്ടിക്കാർ വന്നിട്ടുണ്ടോ? ധ്യാൻ ചേട്ടൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ജയിക്കാൻ ചാൻസ് ഉണ്ട്. വന്നിരുന്നു, വേണ്ടെന്ന് വെച്ചിട്ട്. ഈ രമേശ് പിഷാരി മത്സരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? പോവോ വിളിച്ചു കഴിഞ്ഞാൽ? പിന്നെ രമേശൻ നമ്മുടെ സുഹൃത്തല്ലേ, തീർച്ചയായിട്ടും. സഹിച്ചേട്ടാ, ഇപ്പം റീസെന്റ് ആയിട്ട് വലിയ കണ്ട സിനിമകളിലൊന്നും സഹിച്ചേട്ടന് ഒന്നുകിൽ അല്ലെങ്കിൽ ഫാമിലി മാനായിട്ട് അച്ഛൻ, അല്ലെങ്കിൽ ഇപ്പം കൂട്ടുകാരൻ റോൾ, അല്ലെങ്കിൽ ബന്ധു റോള്, അങ്ങനത്തെ കഥാപാത്രം നിന്ന് ഒരുപാട് പാച്ചിലെ കഥാപാത്രം വളരെ ഒരു എന്തായാലും ഡിഫറെൻറ്റ്, ഇച്ചിരി വയലൻസ്, കുറച്ച് ഇമോഷണൽ, അങ്ങനത്തെ ഒരു കഥാപാത്രം, ഒരു ഗ്രാഫ് മാറുന്ന ഒരു കഥാപാത്രമായിരുന്നു. അപ്പം ഈ ചെയ്യുന്ന കഥാപാത്രം ഇനിയൊന്നും ഇന്ത്യയിൽ മാറ്റി പിടിക്കാം, അല്ലെങ്കിൽ ഇനിയും എനിക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരുപാട് ഏരിയസ് ഉണ്ട് എന്ന് കാണിക്കേണ്ട അതുപോലത്തെ കഥാപാത്രങ്ങളാണ് വെയിറ്റ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഇനി കാത്തിരിക്കുന്ന ഒരുപാട് സിനിമകൾ. ഇപ്പോൾ ആദ്യകാല സിനിമകളിൽ നായക തുല്യമായ വേഷമാണെങ്കിലും ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാനുള്ളൊരു ഏരിയയോ നമുക്കൊരു ഒരു അഭിനയത്തിനൊരു ലെയറായിട്ട് മറ്റുള്ള വിഷയങ്ങളോ ഇല്ല. ഇപ്പോഴാണ് അയ്യപ്പനും കോശിയും എന്നുള്ള സിനിമയ്ക്ക് ശേഷമാണ് അങ്ങനെയുള്ള സിനിമകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ചെറിയ വേഷങ്ങളാണെങ്കിലും ഇപ്പോൾ 2 or 3 സീനിൽ വരെയാണെങ്കിലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ക്യാരക്ടറുകൾ ചെയ്യാനിരിക്കുന്നു. വരുന്ന വേഷങ്ങൾ കിട്ടുമ്പോൾ മാത്രമല്ല നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ഓരോ സിനിമയിലും എന്തെങ്കിലും ഒരു നമ്മുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവുക എന്നുള്ളതാണ് വലിയൊരു ഒരു ഡ്രീം ആണ് മനസ്സിലുള്ളത്. എപ്പോഴും തോന്നിയിട്ടുണ്ട് സീനിയർ ആക്ടർ കൂടിയാണ്. ഇപ്പൊ വരുന്ന കഥകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴും എന്നെ ഒരേ ടൈപ്പ് കഥാപാത്രങ്ങൾ വിളിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ ഉണ്ടാകുന്നൊരു എന്താ പറയുക, ഇപ്പോഴും എന്നെ ഇങ്ങനെയാണല്ലോ കാണുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് എപ്പോഴും അതുകൊണ്ട് ഫീലിങ്സ് ഉണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നതെല്ലാം നമുക്ക് ബോണസാണ്. ആക്ച്വലി 31ാമത്തെ വർഷമാണ്. അപ്പോൾ നമുക്കെല്ലാം ബോണസ് ആണെങ്കിലും നമുക്ക് തോന്നും ഒരു പോലീസ് വേഷം വന്നാൽ അടുത്ത് വീണ്ടും പോലീസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടെങ്കിൽ ആ ക്യാരക്ടറുകൾ നന്നാവും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വരുന്ന ക്യാരക്ടറുകളെല്ലാം ഇപ്പോൾ ഓരോ സിനിമകളും നമുക്ക് ഓരോ പാഠങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ നമുക്ക് ഒരു ടൈപ്പായി പോവാതെ അച്ഛനായിട്ടോ അമ്മാവനായിട്ടോ ഇനിയുള്ള കാലം അങ്ങനെയുള്ള സിനിമകൾ, അങ്ങനെയുള്ള വേഷങ്ങളായിരിക്കും. അതിനകത്തും പ്രാധാന്യമുള്ള വേഷങ്ങളുണ്ടാവുന്നു. അപ്പം അതിനു വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ്. ഫസ്റ്റ് സിനിമ ഹ്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകളാണെന്ന് പറയുന്നുണ്ട്. പറഞ്ഞ പോലെ ഒരു ചില കോമ്പോസ് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കോമ്പോകളുണ്ട്. ഇപ്പൊ യൂത്തിലാണ് നെസ്രീൻ മാത്യു കോമ്പോ, അതുപോലെ സീനിയേഴ്സിലാണെങ്കിൽ പറഞ്ഞ പോലെ ലാലേട്ടൻ മമ്മൂക്ക കോമ്പോ, അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് കോമ്പോസ് ഉണ്ട്. അപ്പം ധ്യാൻ ചേട്ടനെ ഇപ്പൊ അന്ന് ലാസ്റ്റ് സ്മിനി ചേച്ചിയായിട്ടൊരു കഥാപാത്രം ചെയ്തപ്പോൾ ഇതേപോലത്തെ ഒരു കോമ്പോ ആളുകൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക്. അപ്പം അതേപോലെ ഒരു സിനിമകളായിരിക്കും ഇനി എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് തന്നെ കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. ഇപ്പൊ തുടങ്ങാൻ പോകുന്ന അങ്ങനെ ഒരു കോമ്പോല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കോമ്പോലാണ് ഫസ്റ്റ് സിനിമ.
അതിനെ ഫോളോ ചെയ്യുന്ന സിനിമയും വേറൊരു കോമ്പോയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള മെയിൻ സ്ട്രീം ആൾക്കാരെ വെച്ചിട്ട് തന്നെയുള്ള, പക്ഷെ ആദ്യം ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് കോമ്പോയിലുള്ള ഒരു സിനിമയായിരിക്കും. ഹ്യൂമർ. താങ്ക് യു. രാജുവേട്ടനെ വെച്ച് സംവിധാനം ചെയ്യുന്ന സിനിമയെ പറ്റി അതിന്റെ ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നത്? രാജുവേട്ടന് 2 വർഷത്തേക്ക് സിനിമകളും 1.5 വർഷത്തേക്ക് സിനിമകളുണ്ട്. എല്ലാവരും കണ്ടിരുന്നു, കഥ പറഞ്ഞിരുന്നു, എല്ലാവരുമായിട്ട് സിനിമയുണ്ട്. അതിങ്ങനെ വഴി വരും. ഞാൻ അനൗൺസ് ചെയ്യുമ്പോൾ അറിയാം. രാജേട്ടൻ കഴിഞ്ഞിടെ പറഞ്ഞപ്പോണ്ടല്ലോ, രാജേട്ടനെ സമീപിക്കാൻ എളുപ്പമാണ്, മുൻനിരയിലുള്ള ആക്ടേഴ്സിനെ സമീപിക്കാൻ ഇപ്പോഴും സ്ട്രഗ്ലിംഗ് ആണ്. അപ്പൊ ധ്യാൻചേട്ടനെ സംബന്ധിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരൊക്കെ ഡേറ്റ് കിട്ടുക അല്ലെങ്കിൽ ഇവരെ കൺവിൻസ് ചെയ്ത് ഡേറ്റ് ബുക്ക് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഞാനിപ്പോ ഈ കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ ഒരു മൾട്ടിപ്പിൾ സിനിമകൾ, 3-4 സിനിമകളായതൊക്കെ തന്നെ അവരുടെയൊക്കെ സമയവും, കാരണം ഒന്ന് അവരുടെ തിരക്കും അവരുടെ ഷൂട്ടും ഒക്കെ നമ്മൾ നോക്കണം. അപ്പം നമ്മൾ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ആണ് നമ്മൾ ലോഞ്ച് ചെയ്യാന്ന് വെച്ചത്. ഞാൻ അച്ഛൻ്റെ പിറന്നാളിന് ലോഞ്ച് ചെയ്യാന്ന് വെച്ചാൽ April 4-ന്. പിന്നെ അത് ഇലക്ഷനും ഇതും പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ നീട്ടി വെച്ചു. ഇപ്പോൾ ഓഗസ്റ്റിലൊക്കെ ഉള്ളൂ നമ്മൾ, ആ സമയമാകുമ്പോഴുള്ളൂ. അടുത്ത വർഷം തുടക്കത്തിലേ ഉള്ളൂ സിനിമ. അപ്പോൾ പിന്നെ ലോഞ്ച് ചെയ്തിട്ടും പ്രത്യേകിച്ച് കുറേ സിനിമകൾ ലോഞ്ച് ചെയ്തുകൊണ്ടും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം പല ഡയറക്ടേഴ്സും നമ്മുടെ കൂടെയുള്ള തന്നെയുള്ള പലരുടെയൊക്കെ സിനിമ. അപ്പോൾ ഈ കഴിഞ്ഞ 3 മാസത്തിൽ ബ്രേക്ക് എടുത്തു. അപ്പോൾ അതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലിപ്പോൾ നമ്മുടെ മെയിൻ സ്ട്രീമിലെ ഒരു 3-4-5 പേരുടെ സിനിമകൾ നമ്മൾ സംസാരിച്ച് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറങ്ങുന്നതിനെ നമ്മളെ സംബന്ധിച്ച വലിയൊരു കാര്യമാണ്. പിന്നെ ഇത്രയും മാർക്കറ്റ് ചെയ്ത്, ഇത്രയും പ്രൊമോട്ട് ചെയ്ത്, ഇത്രയും കേരള ഒട്ടുക്കും ഫ്ലക്സും ഹോർഡിങ്സും വെച്ച് ജനങ്ങളുടെ ഒരു വേറിട്ട സിനിമ, ഇതുവരെയുള്ള സിനിമകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഭീഷ്മർ. അപ്പോൾ എന്തായാലും ഒരു 1 ടൈം വാച്ച് അല്ലെങ്കിൽ ഒരു ആവറേജ് തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ തരാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. പിന്നെ സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എന്ത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എന്ത് ക്രിറ്റിസിസത്തിനെ നമ്മൾ വെൽക്കം ചെയ്യും. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് ഓൺലൈനിലും ഇതിലൊക്കെ അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും ഈദ് ആശംസകൾ.